ആ, എവിടുന്നാണ് എല്ലാരും കൂടി? ഞങ്ങള് അമ്പലത്തിന്ന്. ആഹാ, കാന്താരിക്കുട്ടി അമ്പലത്തിൽ ചെന്നിട്ട് എന്തൊക്കെയാ പ്രാർത്ഥിച്ചത്? അവിടെ ചെന്നിട്ട് ദൈവത്തിന് സുഖാണോന്ന് ചോദിച്ചു. അപ്പൊ സുഖാണോന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു നീ അമ്പലത്തിൽ പോയത് മോളെ? അതിന്റെ ആവശ്യം എന്താണ്? ആളോള് തമ്മി കാണുമ്പോ സുഖാണോന്ന് ചോദിക്കില്ലേ? അപ്പൊ അമ്പലത്തിൽ ചെല്ലുമ്പോ ദൈവത്തോട് എന്താ ചോദിക്കാത്തെ? അമ്മേ, ഇവള് ചോദിക്കണ കേട്ടിട്ട് ഞാനും ചോദിച്ചു. മക്കളെ, നമ്മൾ അമ്പലത്തിൽ പോണതേ ദൈവത്തിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ്. ഒരു സെക്കൻഡ് കല്ലുവേ. രഘുവേ, കുട്ടി പറഞ്ഞ കാര്യണ്ട് കേട്ടാ. അതെന്താണ്? അല്ല, ശരിക്കും നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്ന എന്തിനാണ്? എന്റെ കല്യാണം നടക്കണേ, എനിക്ക് നല്ല ജോലി കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ അല്ലേ? സത്യത്തില് നമ്മുടെ പരാതികളൊക്കെ പറയാനുള്ള ഒരു പരാതിപ്പെട്ടി മാത്രല്ലേ ദൈവം? അത് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ മാത്രല്ല കല്ലുവേ, ദൈവത്തിനോട് കമ്മ്യൂണിക്കേഷനും ആവാട്ടാ. ഇത് കേട്ടപ്പോഴേ രഘുവേട്ടാ, ഞാൻ ഭയങ്കര സ്വാർത്ഥയാണെന്ന് തോന്നുന്നു. തന്നേനൊന്നും നന്ദിയില്ലാണ്ട് പിന്നെയും ചോദിച്ചോണ്ടേ ഇരിക്കണു. ഇനി നോക്കിക്കോ, ഒന്നിനും അല്ലാണ്ട് ദൈവത്തിനെ ഒന്ന് സ്നേഹിക്കണം. നീയും ഇടിക്കാവേ, നന്നായിട്ട് വരും. കേട്ടോ രഘുവേ, എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പെൺകുഞ്ഞ് വേണമെന്ന്. കാര്യം എന്താ അറിയോ? എന്താണ്? അതറിയാം, അമ്മമാർക്ക് ആൺകുട്ടികളോടും അച്ഛന്മാർക്ക് പെൺകുട്ടികളോടും ഒരിത്തിരി ഇഷ്ടക്കൂടലുണ്ട്, അതല്ലേ? അതും ഉണ്ട്, പക്ഷെ അത് മാത്രല്ല. പിന്നെന്തുട്ടാ? പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. എന്നാലും ഈ ആൺകുട്ടികൾക്ക് കല്യാണം വരെയുള്ളൂ അമ്മമാരോടുള്ള അടുപ്പം. പക്ഷെ ഈ പെൺകുട്ടികൾ കൂടുതൽ പേരും കല്യാണം കഴിഞ്ഞാല് സ്വന്തം വീട്ടുകാരെ മറക്കില്ല. അങ്ങനെയാണ്. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനായേട്ടാ. അല്ല, ചോദിക്കാൻ വിട്ടു, എങ്ങടേക്കാണ്? അമ്പലത്തിലേക്ക് തന്നെ. അപർണ വന്നില്ലേ? അപ്പൂന് അപർണയ്ക്ക് കാലുവേദനയാണ്. അല്ല, കല്ലുവിന്റെ കാലുവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? തടി കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൾ ഓരോരോ കസർത്തൊക്കെ കാണിക്കുന്നുണ്ടേ. അതിന്റെ പേരിലാവും ശകല ആശ്വാസം ഉണ്ട് കേട്ടാ. ചുമ്മാ തമാശ പറയണേണ്. എക്സസൈസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഭക്ഷണവും കുറച്ചു. ഓ, അത് മതിയാവൂലേ? കഴിഞ്ഞ ദിവസം ഞാൻ വൈദ്യുതി എടുത്ത് ചെന്നതാണ്, അന്ന് കട പൂട്ടിയിരുന്നു. ഇന്ന് വല്ലതും വാങ്ങിക്കാന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഇതൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ? അല്ല, എല്ലാവരുടെയും ഒരുപോലെ ആവണം എന്നില്ലല്ലോ. ഇവളുടെ കേസിൽ ഇവൾക്ക് വണ്ണക്കൂടലുകൊണ്ട് വന്ന കാലുവേദനയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കേസിൽ രണ്ടാമത്തെ പ്രശ്നമാണ്, എക്സസൈസ് ഇല്ലാത്തതിന്റെ. ഏത് നേരം നോക്കിയാലും സെറ്റി കിടന്ന് ഒന്നെങ്കിൽ ടി വി കാണും, ഇല്ലെങ്കിൽ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും. അല്ല, അപ്പൊ വീട്ടുപണിയൊക്കെ? അവളുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന സമയത്തൊക്കെ അവൾ ഓരോ പണിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കാലുവേദന കൂടിയിട്ടാണെന്ന് തോന്നുന്നു, റെസ്റ്റ് എടുക്കാണ്. എല്ലാം ചുരുക്കത്തിൽ എന്റെ തലയിലായിട്ടുണ്ട്. അല്ല, ഈ വീട്ടിൽ ഇക്കയും യാസും ഒന്നും ഇല്ലേ? സംസാരം കേട്ട് ഇറങ്ങി വരേണ്ടതായിരുന്നല്ലോ. രണ്ടുപേരും കൂടി ഇക്കേന്റെ വീട്ടിൽ പോയിന്നാ കേക്കണേ. നല്ല ഫാമിലിയാണ് കേട്ടാ. 7-8 കൊല്ലത്തെ പരിചയമുണ്ട് ഞങ്ങള് തമ്മില്. നല്ല ഡീസന്റ് പാർട്ടീസാണ്. ഞങ്ങള് വന്നിട്ട് ഒരു കൊല്ലായിട്ടില്ല, എന്നാലും എനിക്ക് യാസു പാവാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ വൈഫിനോടും പറയാറുണ്ട് യാസുമായിട്ടൊക്കെ കൂട്ടുകൂടണമെന്ന്. അമ്മ കൂട്ടുകൂടെയില്ല, എന്നോടൊട്ട് കൂട്ടുകൂടാൻ ചെന്ന സമ്മതിക്കില്ല. നിന്നോട് യാസുവിന്റെ അടുത്ത് കൂട്ടുകൂടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിന് കാരണം എന്തെങ്കിലും പറഞ്ഞോ മോനെ? യാസു ആന്റിക്ക് കുട്ടികളില്ലാത്തോണ്ട് ഞാൻ അടുത്ത് ചെന്നാലേ കണ്ണപ്പെടുന്നു. ഈശ്വര, അവരൊന്നും ഇവിടെ ഇല്ലാത്തത് ഭാഗ്യം. നിന്റെ അമ്മയ്ക്ക് പ്രാന്താടാ. വേണ്ടാത്ത അന്ധവിശ്വാസം പഠിപ്പിച്ചു വെച്ചിരിക്കണു. അത് കേട്ട് തൊള്ള തൊടാതെ വിഴുങ്ങാൻ നീയും അല്ലേ? ബിജുവേ, അതിനെ വഴക്ക് പറയണ്ടേട്ടാ. നമ്മൾ എന്താ പറയണേ അതങ്ങ് വിശ്വസിക്കും, അതല്ലേ പ്രായം. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ബിജു ചൂടാവണ്ടാട്ടാ, ഞാൻ പറയാം. മോനെ, നിന്റെ അച്ഛൻ പറയണതാണ് ശരി, അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഈ യാസു ആന്റിയുടെ മുമ്പ് വെച്ച് ഇങ്ങനൊന്നും ഒട്ടും സംസാരിക്കരുത് കേട്ടാ. അതെന്താ? ആന്റിക്ക് വിഷമാവില്ലേ? പക്ഷേ അമ്മ സംസാരിക്കൂലോ. എന്നിട്ട് അവള് ഈ യാസുവിനോട് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുവോ? നീ എന്തുകൊണ്ടാണ് അതിന് കുട്ടിയോട് ദേഷ്യപ്പെടണേ? മോനെ, വിഷമിക്കണ്ടാട്ടാ. രഘുവേ, എന്റെ മാനം കപ്പല് കയറ്റിയില്ലോ അവള്. നീ ഒന്ന് സമാധാനിക്കടാ. അവള് വിവരമില്ലാതെ വായി തോന്നണതൊക്കെ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ടൈപ്പാണെന്ന് ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും അറിയാം. പിന്നെ എന്താണ് വിഷമം? ഒന്നുമില്ലടാ, എന്റെയും ഇവന്റെയൊക്കെ ഭാവി ആലോചിക്കുമ്പോ മനസ്സിലെന്തോ വല്ലാത്തൊരു വിഷമം പോലെ. ഒക്കെ മാറും. അമ്പലത്തിലേക്കല്ലേ പോണത്? ഭഗവാനോട് പറയ്, എല്ലാം ശരിയാവും. മിടുക്കി. എന്ത് വിഷമമുണ്ടെങ്കിലും കുട്ടിയോടെ കൂടെ ഇരിക്കുമ്പോ നമുക്ക് സന്തോഷാവും. അതുകൊണ്ട് അരുണിനെ ചേർത്ത് പിടിക്കും ബീജുവേ. ഇവനിലാണ് എന്റെ ഏക പ്രതീക്ഷ, അല്ലേടാ ചക്കരെ? അപ്പൊ ശരി, എന്നാ ചെല്ലട്ടെ. ഓക്കേടാ, എല്ലാം ശരിയാവൂട്ടാ. നിങ്ങൾ എന്താണ് അവര് പോണ നോക്കി നിക്കണേ? വരണില്ലേ രഘുവേട്ടാ? വരാം. നമ്മളോടൊക്കെ ചിരിച്ച് കാണിക്കണെങ്കിലും അവന്റെ മനസ്സുരുകണുണ്ടാവും അല്ലേടിയേ? ശരിയാണ്. ഈ പാവത്തിന് എന്തിനാണാവോ അങ്ങനത്തെ ഒരു പെണ്ണിനെ കൊടുത്തത്? കുട്ടിയോട് കേക്കണ്ട. ലവ് മാരേജ് ആയിരുന്നു എന്നാ പറയണേ.
എനിക്ക് അതിശയം തോന്നാണ് കേട്ടാ. എനിക്കും അന്ന് നീ പെണ്ണിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ലേ ആവോ? എന്താണ് അച്ഛനും അമ്മയും കൂടി ഞങ്ങളെ കേൾക്കാണ്ടൊരു സംസാരം? ഇതൊന്നും അത്ര ശരിയല്ലാട്ടാ. ആഹാ, ഞങ്ങളെ ഭരിക്കാറായോ കാന്താരി? പോയേ പോയേ, വീട്ടിലേക്ക് പോയേ. പക്ഷെ ഇവൾക്ക് പേര് വിളിക്കാനുണ്ടാച്ചാ. ഹായ് റീത, ഫാത്തിമ. 90% ആളുകളും കുഞ്ഞിക്കാട്ടും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണേട്ടാ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ് മക്കളെ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.